സനിസ, തിരുവനന്തപുരത്തും സമാനമായി തന്നെ പരിശോധനകൾ തുടരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ്. എവിടെയൊക്കെയാണ് തിരുവനന്തപുരത്ത് പരിശോധനകൾ നടക്കുന്നത്? ഏതെങ്കിലും വാഹനങ്ങൾ പിടിച്ചെടുത്തതായുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തരുന്നുണ്ടോ കസ്റ്റംസ്? തിരുവനന്തപുരത്ത് പൃഥ്വിരാജിന്റെ കുടമൺകടവിലെ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ പരിശോധനയല്ല, ഈ കസ്റ്റംസിന്റെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് അവിടെ വന്നു നോക്കി, അവിടെ ആൾതാമസമുണ്ടോ എന്നൊക്കെ വന്നു നോക്കുകയായിരുന്നു. എന്താണ് അവിടെ വാഹനങ്ങളുണ്ടോ, ആൾതാമസമുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. കസ്റ്റംസ് വന്നിട്ടില്ല, അവിടെ പോലീസാണ് പോയി പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ 2018 വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് പൃഥ്വിരാജിന്റെ അമ്മ മല്ലികയെ ചരുവത്തിൽ കയറ്റി കൊണ്ടുപോയ ആ ഒരു വാർത്തയൊക്കെ നടന്ന വീട്ടിലാണ് ഈ ഒരു പോലീസ് വന്ന് പരിശോധന നടത്തിയത്. അത്തരത്തിൽ ആ വീട്ടിൽ ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ആൾതാമസമില്ല, മറ്റു വാഹനങ്ങളുമൊന്നും അവിടുത്തെ കാർപോർച്ചിൽ ഇല്ല എന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ കസ്റ്റംസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് വന്ന് ആ വീട്ടിൽ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ആൾതാമസമുണ്ടോ എന്നടക്കമുള്ള മറ്റു കാര്യങ്ങൾ, ഇത് സെക്യൂരിറ്റി അടക്കമുള്ളവർ ഇത് അവിടെ ആൾതാമസമില്ലെന്നും അയൽപ്പക്കത്തുള്ളവരും അവിടെ ആൾതാമസമില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസ് മടങ്ങിപ്പോവുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്താകമാനം 30 ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മറ്റ് പരിശോധനകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കാർ ഷോറൂമുകളിലും IAS IPS ഉദ്യോഗസ്ഥരും സിനിമാ നടന്മാരും വ്യവസായികളും ഒക്കെ ഇത്തരത്തിൽ ഈ ഒരു നികുതി തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മറ്റേതെങ്കിലും പരിശോധനയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള സാധ്യത ഏറെയാണ്. ജിൽസി, അപ്പോൾ തിരുവനന്തപുരത്തും പലയിടങ്ങളിലായി പരിശോധന നടക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇനി കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെയും ആഡംബര കാർ ഷോറൂമിലാണ് പരിശോധന നടന്നിരിക്കുന്നത്. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, അല്പസമയം മുമ്പാണ് തൊണ്ടയാടുള്ള ആഡംബര കാർ ഷോറൂമിൽ ഈ പരിശോധന നടത്തിയത്. അവിടെ നിന്ന് അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തുകയോ കാർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടോ? പരിശോധന തുടരുകയാണോ? നിലവിൽ പരിശോധന അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തിരിഞ്ഞു പോയിട്ടുണ്ട്. കോഴിക്കോട് തൊണ്ടയാടുള്ള റോഡ്വേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് രാവിലെ 11:30 പരിശോധന ആരംഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായും അതിന്റെ ഉടമകളുമായും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയും ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചന നൽകിയത്. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേപ്പേഴ്സ് എല്ലാം, ഇൻവോയ്സ് ലെറ്റേഴ്സ് എല്ലാം നൽകിയതോടുകൂടി ആ സംശയം തീർന്നിട്ടുണ്ട് എന്നാണ് ഉടമ ഇപ്പോൾ നമ്മോട് പറയുന്നത്. നിയമത്താണ് നമ്മോട് ചേരുന്നത്. ഇന്ന് രാവിലെ 11:30 പരിശോധന ആരംഭിച്ചത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോയത്. എന്താണ് നേരത്തെ പറഞ്ഞ അതേ തന്നെ എല്ലാ ഡോക്യുമെന്റും കൊടുത്തു. അപ്പോൾ ആ പ്രാഡോന്റെ ഒരു ഇൻവോയ്സ് വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ അവരെ ഓണറെ വിളിച്ചു. അവർ കമ്പനിയിൽ നിന്ന് ഇൻവോയ്സും കൂടി എടുത്തു കൊടുത്തപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇതുവരെ ഇതിൽ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. തുടക്കത്തിലൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലെ? 11:30 അപ്രതീക്ഷിതമായിട്ട് ഒരു ഉദ്യോഗസ്ഥർ വരുന്നു, റെയ്ഡാണ് എന്നൊക്കെ പറയും. ആശങ്ക എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ആര് കയറി വരികയാണെങ്കിലും ഒരു പേടിയാണല്ലോ. കസ്റ്റമർ അല്ലാത്ത പോലെ ആരായാലും പേടിയാണല്ലോ. അപ്പോൾ അവർ കയറി വന്നപ്പോൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്തു. എന്താ വേണ്ടി സാറിന് ചോദിച്ചു. അപ്പോൾ അവർ ഡോക്യുമെന്റുകൾ വേണം, എല്ലാ നമ്പറും ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞു. റോഡ്വേൻ്റെ ആ പ്ലേറ്റ് ബോർഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞു. മാറ്റി കൊടുത്തു, ഡോക്യുമെന്റ് കൊടുത്തു. A to Z ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു പ്രാഡോയിലൊരു ഡൗട്ട് ഉണ്ട്, അതിൻ്റെ ഒരു ഇൻവോയ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നേരെ അതിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഇൻവോയ്സും കൂടി എടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്, നമ്മൾ പോവാണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടവരെ അവരും പോയി. ഭയങ്കര കോൺഫിഡൻസ് ഉള്ള രൂപത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കോൺഫിഡൻസ് ആദ്യം ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ആദ്യം ബൈറ്റ് വരുമ്പോഴേ ഉണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അങ്ങനത്തെ ചെയ്യാറില്ല. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെയാണ് വാഹനങ്ങൾ എത്തിക്കാറുള്ളത്. അതായത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളല്ല പ്രധാനമായിട്ടും എത്തിക്കുന്നത്, സ്റ്റേറ്റിന്റെ പുറത്തുനിന്ന് അതർ സ്റ്റേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സോട്ടിക് കാർ നമ്മൾ ചെയ്യുന്നുണ്ട്. ലംബോർഗിനി ആയാലും പിന്നെ ഉറൂസ് ആയാലും പോർഷെ ആയാലും അതിൽ PY ആയാലും ചിലപ്പോൾ HR ഉണ്ടാവും, ഡൽഹി ഉണ്ടാവും, അങ്ങനത്തെ വെഹിക്കിൾ ഉണ്ടാവും. അതിനെല്ലാം ഇൻവോയ്സും ഉണ്ടാവും, A to Z പേപ്പറും ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമുണ്ടാവും തോന്നുന്നു. നികുതി വെട്ടിപ്പ് നടത്തിപ്പോ ഈ ആരോപിക്കപ്പെടുന്ന പോലെ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുക, അത്തരത്തിലുള്ള ഒന്നും ഇതുവരെയും അവിടെ നിന്ന് സംശയാസ്പദമായൊന്നും കണ്ടെടുത്തില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി മലപ്പുറത്തേക്ക് കൂടെ പോകാം. അവിടെ നിന്നുള്ള